ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 6 ശ്ലോകം 9. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യസരിൽ സമുദയത്തരവശ്ചരോമ ജിയാദിദം വപുര നിർവചനീയമീശ. സംസാരചക്രം അയി ചക്രധര ക്രിയാഃ തേ വീര്യം മഹാസുര ഗണഃ അസ്ഥികുലാനി ശൈലാഃ നാഢ്യഃ സരിത് സമുദയ തരവശ്ച രോമ. സരിൽ സമുദയഃ തരവഃ ച തരവശ്ച രോമ. ജിയാദിദം ജിയാദ് ഹിതം വപുഃ അനിർവചനീയം ഈശ. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യസരിൽ സമുദയസ്തരവശ്ച രോമ ജിയാദിദം വപുര നിർവചനീയമീശ. ഐ ചക്രധര, അലയോ ചക്രായുധനായ ഭഗവാനെ, തേ അവിടുത്തെ ക്രിയാഹ വ്യാപാരങ്ങൾ, സംസാരചക്രവും വീര്യം പറയുമ്പോൾ പരാക്രമം, മഹാസുരഗണം വമ്പിച്ച അസുരക്കൂട്ടവും, അസ്ഥികുലാനി അസ്ഥികൾ, ശൈലാഹ പർവ്വതങ്ങളും, നാഡ്യ നാഡികൾ, സരിൽ സമുദയ പുഴകളും, രോമ തരവഹ ച രോമം മരങ്ങളും ആകുന്നു. ഹേ ഈശ, അനിർവചനീയം, ഹേ സർവശക്ത, ഇന്ന പ്രകാരമെന്ന് വിവരിക്കാനാവാത്ത ഇതം വപുഹു ഈ വിശ്വരൂപം, ജിയാദ് സർവോകർഷേണ വിജയിക്കട്ടെ. അല്ലയോ ചക്രായുധനായ ഭഗവാനെ, അവിടുത്തെ വ്യാപാരങ്ങൾ സംസാരചക്രവും വീര്യം വമ്പിച്ച അസുരക്കൂട്ടവും, അസ്ഥികൾ പർവ്വതങ്ങളും, നാഡികൾ പുഴകളും, രോമം മരങ്ങളും ആകുന്നു. ഈ സർവശക്ത, ഇന്ന പ്രകാരം എന്ന് വിവരിക്കുവാനാകാത്ത ഈ വിശ്വരൂപം സർവോത്കർഷേണ വിജയിക്കട്ടെ. ഈ വിവരണത്തിൻ്റെ ആധാരശിലയായിട്ട് താഴെ കൊടുക്കുന്ന പദ്യങ്ങളെ പരിഗണിക്കാം. ചില ഭേദം കാണുന്നത് കൊണ്ടായിരിക്കണം ഇവിടെ അനിർവചനീയം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ശ്രുതിയിലും സ്മൃതിയിലും പറയുന്ന 2 ശ്ലോകങ്ങൾ നോക്കാം. അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യോ ദിശശ്രോത്രേ വാഗ് വിവൃതാശ്ച വേദാഃ വായുപ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യാം പൃഥ്വി ഹ്യേഷ സർവഭൂതാന്തരാത്മാ എന്നാണ് ശ്രുതി. ഇനി ദ്യാമൂർധാനം യസ്യ വിപ്രാവദന്തി ഖം വൈ നാഭിചന്ദ്രസൂര്യൗജ നേത്രേ ദിശ ശ്രോത്രേ വിദ്ധി പാദോ ക്ഷിതിഞ്ച സോചിന്യ ആത്മാ സർവഭൂത പ്രണേത എന്നാണ് സ്മൃതി. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യസരുൾ സമുദയസ്തരവശ്ച രോമ ജിയാദിദം വപുര നിർവചനീയമീശ. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യസരുൾ സമുദയസ്തരവശ്ച രോമ ജിയാദിദം വപുര നിർവചനീയമീശ. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈല നാട്യസരുൾ സമുദയസ്തരവശ്ച രോമ ജിയാദിദം വപുര നിർവചനീയമീശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.